ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ, എല്ലാവരുടെ വിശേഷങ്ങൾ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ സംശയാസ്പദമായിട്ടുള്ള എൻ്റെ ഒരു പ്രഗ്നൻസിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഫസ്റ്റത്തെ ഒരു പ്രഗ്നൻസി ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റും ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റിയും ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ഉള്ളൊരു സംഭവമാണല്ലോ. അപ്പം എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി, ഫസ്റ്റത്തെ ജേണി, ഞാൻ ആദ്യം പ്രഗ്നൻ്റ് ആവുന്നത് എൻ്റെ ഹസ്ബൻഡ്, അതായത് ഫൈക്കാക്കു, എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് പോയി 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അതെങ്ങനെയാണെന്നും എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അന്ന് ഭയങ്കര സംശയമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്കെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോക്ക് താഴെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ചധികം കഥ പറയാനുള്ളത് കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആകെ ടയേർഡാവും. അപ്പം ഇവിടെ ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഡ്രസ്സ് ഇട്ടിട്ടില്ല, അപ്പം ഇനി താഴെ വന്ന് കമൻറ്റ് ചെയ്യരുത്. കുട്ടികളുടെയൊക്കെ ആകുമ്പോഴേ ഡ്രസ്സൊക്കെ ഇടാത്ത വീഡിയോസൊക്കെ നമ്മൾ എന്താ പറയുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ എന്തായാലും അവളെ കൂട്ടിയിട്ടില്ല. സാധാരണ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വരും. അപ്പോൾ അവളെ ഡ്രസ്സൊക്കെ ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അവൾ ഇടാൻ സമ്മതിക്കുന്നില്ല. വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. പമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. ഇത് ഇവളെ ചെയ്തുകൊണ്ടിരിക്കണേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ? ഇവമോളുടെ മദ്രസ ഉസ്താദ് ഇവിടെ വന്നിട്ടാണ് ക്ലാസ് എടുക്കാം. അപ്പോൾ ഉസ്താദ് ഒന്നും ആക്ച്വലി വന്നിട്ടില്ല. അപ്പോൾ ഉസ്താദ് ഒന്ന് വരുമെന്ന് വിചാരിച്ചിട്ടുള്ള മദ്രസയിലെ ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കട്ടോ. ഞാൻ കൈ വല്ല നീട്ടാത്ത, ഡ്രസ്സിന് കൈയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ അതിലാണ് ആക്ച്വലി അവൾ കളിച്ചുകൊണ്ടിരിക്കണം ആ വെള്ളത്തിൽ. ഇപ്പോൾ തൽക്കാലം അങ്ങനെ കളിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പം എന്നെ സംസാരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ കല്യാണം കഴിഞ്ഞ് 1 വർഷം, എൻ്റെ ഒരു പ്ലാന് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷമൊക്കെ അടിച്ചു പൊളിച്ച് പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമൊക്കെ മക്കൾ മതി എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവട്ടെ. ഈ ബാക്കിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടത് ഇവമോളും ഇനബേബിയൊക്കെ ചെയ്തതാണ്. അവർ വീട്ടിൽ കുറേ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഇതന്നെ ആയിരിക്കും വീട്ടിലെ അവസ്ഥ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും വീട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ വീട് എന്തോരം വൃത്തി ഉണ്ടായിരുന്ന വീടാണെന്നറിയാം. ഇപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ തന്നെ മടിയാണ്. അവിടെയും ഇവിടെയും ചുമരുമ്മ പെയിൻറ്റും, അതേപോലെ അവിടുത്തെ ചുമരുമ്മ പെയിൻറ്റ് മീൻസ് സ്കെച്ച് പെന്നോണ്ടൊക്കെ വരഞ്ഞത്, പിന്നെ അതുപോലെ തന്നെ ഫുള്ള് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഓഫീസ് റൂമിലെ കുറച്ച് പരാക്രമങ്ങളാണ്. ഇവിടെ അതൊരു ഹോള്, ഇത് എന്തോ എന്തോ സാധനം ഉള്ളിൽ കൂടെ ഇട്ടതാണ്. ഇവിടെ എന്തോ ഒരു ആണി എന്തോ ഉണ്ടായിരുന്ന പറിച്ചെടുത്തിട്ട്, പിന്നെ കണ്ടോ ഈ സാധനങ്ങളൊക്കെ വരെ പണിയാണ്. പിന്നെ ഇവിടെ കണ്ടോ ഈ ഒരു സാധനം, പിന്നെ ഇത് എന്തിൻ്റെയോ ഒരു കണക്ഷനാണ്. ഇതിൻ്റെ ഈ സാധനമൊക്കെ പറിച്ചെടുത്തുകയാണ്. അങ്ങനെ മക്കളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചധികമാണ് പരാക്രമം എന്ന് നമുക്ക് പറയാം. അതാണ് അവസ്ഥ. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് പെട്ടെന്നൊന്നും വേണ്ട, ഒരു 3-4 വർഷമൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഒക്കെ കുട്ടികൾ മതി എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എന്തോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഫൈക്കാക്കും അതുപോലെ ഇജാസ്കാക്കും മൂത്തച്ഛനും ഉമ്മയൊക്കെ ബോഡി ചെക്കപ്പ് ചെയ്യണ ഒരു പരിപാടിയുണ്ട്. എന്താ വെച്ചാൽ ഫൈക്കാക്കും ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രവാസിയായിരുന്നു, ദുബായിൽ അബുദാബിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈക്കാക്കു നാട്ടിലൊക്കെ വരുന്ന സമയത്ത് ബോഡി ചെക്കപ്പ് ചെയ്യും. കാരണം അവിടെ ആകുമ്പോൾ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പാരമ്പര്യമായിട്ടുണ്ടാവും. അവരുടെ ഫൈക്കാക്കുവിൻ്റെ പാപ്പാക്കൊക്കെ കൊളസ്ട്രോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പേടിയാണ്, നാട്ടിൽ വരുമ്പോൾ ഒക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്ത സമയത്താണ് തൈറോയിഡ് ഉണ്ട് എന്ന് അറിഞ്ഞത്. എൻ്റെ അമ്മയെ ഇപ്പം ആലോചിക്കുമ്പോൾ ചിരിയ വരും. അന്ന് തൈറോയിഡ് ചെറിയൊരു വേരിയേഷൻ, പക്ഷെ അന്ന് തന്നെ ഭയങ്കര ടെൻഷൻ. തൈറോയിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല എന്നൊക്കെയാണ് അന്നത്തെ എൻ്റെ ഒരു ചെറിയ ബുദ്ധി വെച്ചിട്ട് എൻ്റെ ഒരു അറിവ് അതാണ്. തൈറോയിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല എന്നുള്ളത്. അപ്പം ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. അയ്യോ അമ്മ എന്താ ചെയ്യാം. പെട്ടെന്ന് തന്നെ മൗലാനിയിലുള്ള അനീഷ അഹമ്മദ് തന്നെയാണ് തോന്നുന്നത് ഡോക്ടറുടെ പേര്. മൂപ്പരാൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷെ മൂപ്പര് നല്ല തിരക്കുള്ള ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ബുക്കിംഗ് കിട്ടൂല. എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു ബുക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആകെ ടെൻഷനായി. ഇനി ഒരാഴ്ച വരെ എൻ്റെ തൈറോയ്ഡ് വെച്ച് നിന്ന് കഴിഞ്ഞാൽ ഞാനങ്ങനെ മരിച്ചാലോ, അതൊക്കെയാണ് അന്നത്തെ ചിന്ത. വളരെ കുറഞ്ഞ എന്തോ വേരിയേഷനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ പോയി, മൗലാനിയിൽ തന്നെ ഉള്ള വേറൊരു ഡോക്ടറെ, കൊച്ചുനാരായണി എന്നാണ് ഡോക്ടറുടെ പേര് കേട്ടോ. അങ്ങനെ ഗൈനക്കോളജിസ്റ്റാണ്. അപ്പം ഞാൻ ആക്ച്വലി പ്രഗ്നൻ്റ് ആവില്ല എന്ന് പേടിച്ചിട്ടാണല്ലോ തൈറോയിഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയത്, തൈറോയിഡ് കാണിക്കാൻ വേണ്ടി പോയത്. അപ്പം ഞാൻ കൊച്ചുനാരായണി ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു
എനിക്ക് ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര മെൻസ്ട്രൽ പെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര വേദന, സഹിക്കാൻ പറ്റാത്ത വേദന, അന്ന് കോളേജിലൊന്നും പോകാൻ കഴിയില്ല, അത്രയും പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാലൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ വേദന ഇതിൻ്റെ മുന്നേ, അതായത് എനിക്ക് മെൻസ്ട്രേഷൻ തുടങ്ങിയ കാലം മുതലേ ഉണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ആരും എന്നോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതെന്താ അറിയില്ല, കല്യാണം കഴിഞ്ഞതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത സമയത്താണ് അറിഞ്ഞത് എൻഡോമെട്രിയോസിസ്, അതായത് ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് എൻ്റെ റബ്ബേ, പിടിച്ചതിലും വലിയതാണല്ലോ മടയിൽ എന്നുള്ളൊരു തോന്നൽ. എൻ്റെ റബ്ബേ, ഞാൻ ആകെ പെട്ടു, ആകെ ടെൻഷനായി. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം എന്നെയാണെങ്കിലും സ്കാൻ ചെയ്ത പെണ്ണ് പറഞ്ഞാൽ എന്താണെന്നറിയോ, മോളെ നീ പ്രഗ്നൻ്റ് ആവുന്ന കാര്യത്തിൽ സംശയമായിട്ടോ, കാരണം ഈ സിസ്റ്റുള്ള ആൾക്കാരൊന്നും 90% ആൾക്കാരും പ്രഗ്നൻ്റ് ആയിട്ടില്ല, അപ്പം ബാക്കി നീ പഠിച്ചവനോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ റബ്ബേ എന്താ ചെയ്യാന്നറിയില്ല. ഞാൻ ആ ഒരു ചെറിയ തൈറോയിഡിന് വേണ്ടി പോയിട്ട് അതിനേക്കാളും വലുതാണല്ലേ പ്രശ്നം എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അറിയൂല. അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത് കുറച്ച് സീരിയസ് പ്രശ്നമാണ്, കാരണം മെഡിസിൻ കഴിച്ചിട്ട്, ഹോർമോൺ ടാബ്ലറ്റ് ആണ്, അപ്പം മെഡിസിൻ കഴിച്ചിട്ട് ഇത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കീഹോൾ സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കറിയില്ല, അന്നാ ഡോക്ടർ പറഞ്ഞത് കുട്ടികളുണ്ടാവാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വീട്ടിൽ വന്ന് കരഞ്ഞത്, സത്യം പറഞ്ഞ എൻ്റെ ഉള്ളിലെ പ്ലാന് ഇത് നടക്കുന്നതിൻ്റെ തലേ ദിവസം വരെ എൻ്റെ ഉള്ളിൽ എന്തായിരുന്നു, കുറേ അടിച്ച് പൊളിച്ച് ആഷ് പോഷായിട്ട് നടക്കണം, സിംഗിളായിട്ട്, അതായത് ഹസ്ബൻഡ് ഉണ്ടെങ്കിലും ഐ മീൻ ഗൾഫിലൊക്കെയാണല്ലോ, അപ്പോൾ അടിച്ച് പൊളിച്ച് കോളേജിലൊക്കെ കുറേ കാലം പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ അടിച്ച് പൊളിച്ച് അങ്ങനെയൊക്കെ നടക്കണമെന്നുള്ള എൻ്റെ പിറ്റേ ദിവസത്തെ തൈറോയിഡ് കണ്ടത് മുതൽ ഞാൻ ടെൻഷനായി, കുട്ടികളുണ്ടാവില്ല എന്നാണ്. അത് കഴിഞ്ഞ് സിസ്റ്റിൻ്റെ ഒരു ഇതും ഡോക്ടറുടെ ഒരു കമൻറ്റും സ്കാൻ ചെയ്ത ആളുടെ കൂടെ കേട്ടപ്പോൾ എൻ്റെ ഫുള്ള് കോൺഫിഡൻസ് പോയി. എന്താ ബേബിയെ, എൻ്റെ ഫുള്ള് കോൺഫിഡൻസ് പോയി എന്ന് മാത്രമല്ല, എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ കേട്ടോ. ഭയങ്കര ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. എനിക്കിനി കുട്ടികളുണ്ടാവില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് കാര്യം, നമ്മുടെയൊക്കെ നാട്ടിൽ പറഞ്ഞു വെക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു സ്ത്രീയല്ല, ഒരു സ്ത്രീ ആകുമ്പോൾ പ്രസവിക്കണം എന്നൊക്കെയുള്ള കുറേ സാധനങ്ങളാണല്ലോ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു വെക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം, പ്രസവിക്കാത്തൊരു പെണ്ണിന് എന്തിനു കൊള്ളാന്നൊക്കെയാണ് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ പറയാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പഠിച്ചോനെ ഞാനിനി പ്രഗ്നൻ്റ് ആവില്ലേ, ഞാനെങ്ങാനും ഇനി മച്ചിയാവോ എന്നൊക്കെയുള്ളൊരു തോന്നല്. അതിൽ ഞാൻ വീട്ടിൽ ഉച്ചക്ക് ചോറ് കഴിച്ച്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ചോറിലൊക്കെ കണ്ണീരൊക്കെ കുഴച്ചിട്ടായിരുന്നു ഞാൻ കഴിച്ചത്. അത്രയും വിഷമം, അത്രയും സങ്കടം. അങ്ങനെ ഞാൻ ആകെ സങ്കടപ്പെട്ട് നിൽക്കാം. എന്തായാലും ഡോക്ടർ മെഡിസിൻ തന്നു. ഡോക്ടർ പറഞ്ഞു ഈ എൻഡോമെട്രിയോസിസ്, ചോക്ലേറ്റ് സിസ്റ്റിന് ആകെ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുക. അത് മാത്രമല്ല ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഈ പ്രഗ്നൻസി നിർത്തുന്നതിന് ഒരു മിനിറ്റ്, ഫൈക്കാക്ക് വന്നു, ഞാൻ ഡോറൊന്ന് തുറന്നു കൊടുക്കട്ടെ. എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചൊക്കെ പോയിട്ടുണ്ടാവും, ഡോറൊന്ന് തുറന്നു കൊടുക്കട്ടെ. ഡോർ ഈസ് ഓപ്പൺ മൈ ഡിയർ. ഫൈക്കാക്കോടെ ഓഫീസിൽ കഴിഞ്ഞ് വരുന്ന മടവാളൻ, പുറത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല അതുകൊണ്ട് കേട്ടോ. ബാക്കി ഞാൻ പറയട്ടെ, എൻ്റെ വീഡിയോയിൽ നിൽക്കൂല അറിയില്ല, എന്നാ പോടുന്നത് ഞാൻ പറഞ്ഞിട്ട് വരാം. ഫൈക്കാക്കുനോട് ഞാൻ ചോദിച്ചതാണ് എൻ്റെ വീഡിയോയിൽ നിന്നേരും, ഫൈക്കാക്കുനെ നാണം നിൽക്കൂല അത്ര. അപ്പോൾ എന്തായാലും ബാക്കി ഞാൻ തന്നെ പറയാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഡോക്ടർ തന്ന മെഡിസിന് മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് എന്തായിരുന്നു, പിന്നെ പ്രഗ്നൻ്റ് ആവില്ല. ഇതൊരു കൈൻഡ് ഓഫ് കോൺട്രാസെപ്റ്റീവ് എന്നല്ലേ ഇനി പറയാം, കോൺട്രാസെപ്റ്റീവ് പില്ല് പോലെയാണ്, ഒരിക്കലും പ്രഗ്നൻ്റ് ആവില്ല. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രേഷനും ഉണ്ടാവില്ല. അറിയാലോ, ഈ മെൻസ്ട്രൽ ബ്ലഡിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാവുക അല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മേ ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു സാധനം മാറുന്നത് വരെ അത് നോക്കണ്ടെന്ന് വിചാരിച്ച് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈക്കാക്കു ഇനിയിപ്പോൾ എന്തായാലും കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഗൾഫിൽ പോയി ഉമ്മയും വാപ്പയും എന്തോ നാട്ടിലില്ല, ഓലും വിസ പുതുക്കാൻ വേണ്ടി സൗദിയിൽ പോയി. ഞാൻ ഒറ്റക്ക്, ഞാൻ അന്ന് അൽ ഇസ്ലാമിയ ശാന്തപുരത്തുള്ള കോളേജിൽ വർക്ക് ചെയ്യുക. ഞാൻ ഈ കോളേജിൽ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞൂടാ, അവിടെ പിന്നെ ലേഡീസ് ഓൺലി സ്റ്റാഫ് റൂം ആയിട്ട് വലിയ കുഴപ്പമില്ല, നോക്കാനിക്കും. അന്ന് എൻ്റെ കൂടെ വേറൊരു മിസ്സുണ്ട്, റെജില മിസ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മിസ്സ് ഇങ്ങനെ പറയും, എന്താ മിസ് നിങ്ങളിങ്ങനെ ഓക്കാനിക്കണമെന്നൊക്കെ. ഈ ഓക്കാനൊക്കെ സാധാരണ നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾക്കാണല്ലോ ഈ ഓക്കാനൊക്കെ വരിക. എനിക്കാണെങ്കിൽ നിർത്താൻ പറ്റാത്ത ഓക്കാനം.
ഫസ്റ്റ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നോക്കാൻ. അതേപോലെ അന്ന് ഞാൻ കുളിച്ചിരുന്ന സോപ്പ് പിയേഴ്സിൻ്റെ സോപ്പ്, അതിൻ്റെ സ്മെല്ല് പറ്റൂല. പിന്നെ ധാത്രീൻ്റെ ഓയിലായിരുന്നു ഞാൻ തലയിൽ ധാത്രീൻ്റെ ഓയിലല്ല, ധാത്രീൻ്റെ ഷാമ്പു ഉണ്ടല്ലോ, ഒരു ഹെർബൽ ഷാമ്പു, ആ ഷാമ്പു ആയിരുന്നു ഞാൻ തലയിൽ തേച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സ്മെല്ല് പറ്റൂല. അങ്ങനെ ഭയങ്കര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഒന്നിൻ്റെ സ്മെല്ല് പറ്റൂല. അതുപോലെ തന്നെ എന്താ പറയുക, ടേസ്റ്റ് പറ്റില്ല, ഭക്ഷണം കഴിക്കാനുള്ള തോന്നലില്ല, ഭക്ഷണം കഴിച്ചാൽ തന്നെ ഛർദ്ദിക്കാനുണ്ട് എന്നുള്ള തോന്നൽ. അപ്പം ഞാൻ വിചാരിച്ച് പടച്ച തമ്പുരാനെ, ഞാൻ ഈ ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചിട്ടാണല്ലോ എനിക്ക് ഈ അസുഖമൊക്കെ വന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ 1% പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. കാരണം ഡോക്ടർ പറഞ്ഞതാണ് പ്രഗ്നൻ്റ് ആവില്ല. മെൻസ്ട്രേഷൻ ഇപ്പം ഫൈക്കാക്ക് പോണീൻ്റെ മുന്നേ നിന്നതാണ്. അപ്പോൾ എന്താ പറയുക, അതില്ല. അതിന്നാണല്ലോ കുട്ടികൾ ഉണ്ടാവുക, അതില്ല. പ്ലസ് ഇത് കോൺട്രാസെപ്റ്റീവ് ആണ്, ഒരു കാരണവശാലും പ്രഗ്നൻ്റ് ആവില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതുമാണ്. അപ്പം ഞാൻ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാം, എന്താ ഇത് സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചത് ഹോർമോൺ ടാബ്ലറ്റ് കൊണ്ടുള്ള ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ച് നിൽക്കുക. അന്ന് നമ്മളെ വീട്ടിൽ എന്നെയും പിന്നെ എൻ്റെ സിസ്റ്ററിനെയും അനിയനെയും ഒക്കെ നോക്കാനുണ്ടായിരുന്നത് മൂത്തമ്മയായിരുന്നു. മൂത്തമ്മ പറയും എന്താ കുട്ടിക്ക് പറ്റിയെന്നാവോ, ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുക എന്തൊക്കെയാണോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഉമ്മയും വാപ്പയും സൗദിയിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ എന്താ ഇപ്പോൾ ഇവർക്ക് പറ്റിയെന്ന് ഇങ്ങനെ വിചാരം. പിന്നെ ഉമ്മ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ നാട്ടിൽ വന്നതിന് ശേഷം അപ്പോഴത്തേക്കും ഫൈക്കാക്കു പോയിട്ട് 2 മാസമായിട്ടുണ്ട് കേട്ടോ, 2-2.5 മാസമായിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു നീ പോയി ഒരു കാര്യം ചെയ്ത്, നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കറിയാം ഞാൻ പ്രഗ്നൻ്റ് ആവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഡോക്ടർ പറഞ്ഞതാണല്ലോ, ഡോക്ടറെക്കാളും മുകളിൽ ആര് പറയൂലേ. അപ്പം ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയി നിൽക്കുക. അപ്പോൾ ആ സമയത്ത് ടെസ്റ്റ് ചെയ്തു. ഞാൻ മൗലാനിയിൽ പോയി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ റബ്ബേ പോസിറ്റീവ്. ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ കിറ്റിനകത്ത് 2 വര വന്നു. അയ്യോ ഫോട്ടോ എടുത്ത് കുഞ്ഞാത്താക്ക് അയച്ചു കൊടുത്തു. കുഞ്ഞാത്ത മീൻസ് എൻ്റെ വലിയ സിസ്റ്റർ കേട്ടോ, വലിയ സിസ്റ്റർക്ക് അയച്ചു കൊടുത്തു. ഇത് സത്യത്തിൽ ഉള്ളത് തന്നെയാണോ, ഇത് ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പോസിറ്റീവാണല്ലോ, ഈ പ്രഗ്നൻ്റ് ആണോന്ന് പറഞ്ഞു. എനിക്ക് കരയാണോ ചിരിക്കാണോ എന്ന് അറിയാൻ പറ്റില്ല. കാരണം ഡോക്ടർ പറഞ്ഞതാണ് ഈ പ്രഗ്നൻ്റ് ആവില്ല. പിന്നെ മാത്രമല്ല ഫൈക്കാക്ക് പോയി 2.5 മാസമായില്ല, പിന്നെ ഞാൻ എങ്ങനെ പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു സംശയം. അത് പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആവാൻ പ്രിപ്പയർഡ് അല്ല. എനിക്ക് ആവണമെന്നുണ്ട്, പക്ഷെ ഞാൻ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ പ്രിപ്പയർഡ് അല്ല. എനിക്ക് കരയാണോ ചിരിക്കാണോ എന്നറിയില്ല. എന്തായാലും ഉമ്മ വന്നു, അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ അതിലും വലിയ പ്രശ്നം. ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഉറപ്പിച്ചു, പ്രഗ്നൻസി കൺഫേം എന്ന് ഉറപ്പിച്ചു. ഡോക്ടർ ആദ്യം പറഞ്ഞത് ഇത് ഒഴിവാക്കി കളയണം, കാരണം ഈ കുട്ടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല, ഹോർമോൺ ടാബ്ലറ്റ് എടുത്തപ്പോൾ ഉണ്ടായ കുട്ടിയാണല്ലോ. അപ്പോൾ എന്തായാലും കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു അത് കേട്ടൊന്നും നീക്കാൻ നിൽക്കണ്ട, നീ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ ഡോക്ടർമാരെ കാണിക്കാം. എന്നിട്ട് അവിടെ തന്നെയുള്ള വേറൊരു ആയിഷ ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറെ കാണിച്ചു. പിന്നെ അതുപോലെ തന്നെ കൊച്ചു ഏസ്മണി എന്ന് പറഞ്ഞിട്ട് വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു, അതിനെ കാണിച്ചു. പിന്നെ അതുപോലെ മഞ്ചേരിയിൽ ഉണ്ടായിരുന്ന മലബാർ ഹോസ്പിറ്റലിലെ സുജാത ഡോക്ടർ ഉണ്ടായിരുന്നു. എല്ലാവരും കാണിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല, കോൺട്രാസെപ്റ്റീവ് കഴിക്കുമ്പോൾ കുട്ടികളുണ്ടാവുമെന്ന് പറഞ്ഞാൽ സാധ്യത തീരെയില്ല. പിന്നെ ഉണ്ടായത് എന്താണെന്നറിയില്ല, അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഇത് ഒഴിവാക്കി കളയണം എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എത്തിയത് സുജാത ഡോക്ടറെ അടുത്തോട്ടോ. മൗലാനിയിലൊന്നും വിശ്വാസം വരുന്നില്ല. അവസാനം നമ്മളെ ഫാമിലിയിൽ ഒരുപാട് പേരുടെ പ്രസവമെടുത്ത ഡോക്ടറാണ് സുജാത ഡോക്ടർ, മലബാറിലെ. അപ്പോൾ ആ ഡോക്ടർ നമുക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് എത്തിയിട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഡോക്ടറും സെയിം തന്നെ പറഞ്ഞു ഇത് ഒഴിവാക്കണതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു ഈ ഒരു ജീവൻ പടച്ചോൻ തന്നതല്ലേ, അപ്പോൾ പടച്ചോൻ അതിന് എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവും. ഇനി ഇൻ കേസ് ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സഹിക്കുക. കാരണം പടച്ചോൻ തന്നൊരു ജീവൻ എടുക്കാനുള്ള ഒരു എന്തില്ല, ഒരു കാരണവും നമുക്കില്ല. അതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നിനക്കൊരു പരീക്ഷണമായിരിക്കും, ആ പരീക്ഷണത്തിൽ നീ വിജയിക്കണം എന്ന് പറഞ്ഞു. എനിക്കും പടച്ചോനെ എന്താ ചെയ്യാന്നുള്ളൊരു ചിന്തയായിരുന്നു. ഫൈക്കാക്കുനും അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒഴിവാക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുമല്ലോ എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ സിസ്റ്റർ അപ്പോഴും മുഴുവനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ മുന്നത്തെ ആഴ്ചയും കൂടെ ടെസ്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും പ്രഗ്നൻ്റ് ആവുന്ന ഒരു പോസിബിലിറ്റിയും കാണുന്നില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ആ ഉമ്മാൻ്റെ ഒരൊറ്റ വാക്കിലാണ് ഇങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോയത്. ഫസ്റ്റത്തെ സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 5-ാം മാസം ആവണ സമയത്ത് ഒരു അനോമലി സ്കാൻ ഉണ്ട്. ആ സ്കാനിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അറിയുമെന്ന് തോന്നുന്നു. ആ സ്കാനിങ് ചെയ്ത സമയത്തും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ പേടിയാണ്. കാരണം പലപ്പോഴും എൻ്റെ കുടുംബത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം ഞങ്ങൾ ഏറ്റവും താഴെ ചെറിയ അനിയനുണ്ടായിരുന്നു. ആ അനിയന് പടച്ചോൻ്റെ ഇതുകൊണ്ട് മരിച്ചുപോയി. അനിയനെ എനിക്ക് ജീവനോടെ കാണാൻ പോലും പറ്റിയിട്ടില്ല.
അപ്പോൾ എൻ്റെ ഉമ്മ സൗദിയിലായിരുന്നു ഞങ്ങളെല്ലാവരും ആ സമയത്ത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഉമ്മ പ്രഗ്നൻ്റ് ആയി ആ ലാസ്റ്റ് പ്രസവം വരെ അറിഞ്ഞിട്ടില്ല കുട്ടിക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അത്രയ്ക്കും നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോയിട്ടും അങ്ങനെ ഒരു പ്രശ്നമുള്ളത് ഉമ്മയെ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ആവുമെന്നൊക്കെയുള്ള പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. 5 മാസം കഴിഞ്ഞു, 7 മാസത്തിൽ അടുത്ത സ്കാനിങ്, അതിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രസവിക്കാൻ പോയിട്ട്, പ്രസവത്തിൻ്റെ ഒക്കെ ഞാൻ പിന്നീട് പറയാം എന്താ സംഭവം ഉണ്ടായെന്നൊക്കെ. പ്രസവം കഴിഞ്ഞിട്ട് കുട്ടീനെ കയ്യിൽ കിട്ടിയ സമയത്ത് കുഞ്ഞാത്ത പൊതിഞ്ഞിട്ടാണല്ലോ കുട്ടീനെ തരിക. കുഞ്ഞാത്ത ഫുള്ള് ആദ്യം അതൊക്കെ തുറന്ന് നോക്കി, കയ്യും കാലൊക്കെ കുട്ടിക്ക് ഫുള്ളുണ്ടോ എന്നുള്ളത്. അൽഹംദുലില്ലാ അതൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു, സിസ്റ്റർ വന്ന് പറഞ്ഞു, ഒരുപാട് മുടിയൊക്കെ ഉള്ള ഒരു സുന്ദരി കുട്ടീനെ പ്രസവിച്ചിട്ടുണ്ട്, ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അതിങ്ങനെ എന്തോ ഒരു എന്താ പറയുക, സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ എന്തൊക്കെയോ ഒരു ഓർമ്മയിൽ എനിക്ക് അത് ഓർമ്മ ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഞാൻ ഇപ്പം സിസേറിയൻ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മയക്കൊക്കെ തരുമല്ലോ, അങ്ങനെ ആ മയങ്ങി കിടക്കുന്നൊരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ അന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞു എന്ത് ഇവമോളെ വേണ്ടാന്ന്. ആ ഇവമോളാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ വ്ളോഗിലും എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്നത്, എൻ്റെ ഇവമോള്. അപ്പോൾ ഫൈക്കാകുന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, അവളെ കാണിച്ചിട്ട് പറയും ഇവളല്ലേ ഡോക്ടർമാർ ഒഴിവാക്കാൻ പറഞ്ഞത്. ആ എൻ്റെ ഉമ്മാൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോയത്. അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, പഠിക്കാനും ഉഷാറാണ്, സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഉഷാറാണ്, പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും എഴുത്ത് വായന എല്ലാത്തിലും അവൾ ഉഷാറാണ്. ഒന്നിലും പുറകിലോ മോശമാണെന്നൊന്നും പറയില്ല, നല്ല സ്മാർട്ടാണ് ആൾ. അപ്പം അവളെ ഒഴിവാക്കിയിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ടാകുന്നൊരു വിഷമം എത്രത്തോളം ആയിരിക്കും അല്ലേ, അറിയണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ അറിയണ്ടാവില്ല. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. പക്ഷെ അതൊക്കെ അൽഹംദുലില്ലാ ഞാൻ ആ പടച്ചോൻ്റെ പരീക്ഷണമായിരുന്നത്. ഞാനിപ്പോൾ എന്ന് പറയാണ്, ഉമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് ഇങ്ങനെ റിസ്ക് എടുക്കാൻ വയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവമോളെ എനിക്ക് കിട്ടൂലായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ ഓളിപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാനും ഫൈക്കാക്കൊക്കെ പറയും, നമുക്കന്ന് പടച്ചോൻ തന്നൊരു പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു അല്ലേ, അൽഹംദുലില്ലാ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പടച്ചോന് ഒരു കേടും ഇല്ലാത്തൊരു കുട്ടീനെ നമുക്ക് തന്നത് എന്ന് പറയും. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ലേഡീസൊക്കെ അത് കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ടേക്ക് കെയർ, ബൈ.